കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾസ് നിയമങ്ങൾ മാറുന്നു. പുതിയ സർക്കാരിൻ്റെ ഈ ഡിക്ലറേഷൻ കേരളത്തിലെ ജെൻസി കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം 2 വീലറും 4 വീലറിലും ഒക്കെ ചെത്തി നടക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ അവരുടെ മനോഗതി അനുസരിച്ച് ചില കളർ മാറ്റങ്ങളും അവരുടെ മനസ്സിൽ തോന്നുന്ന ചില രൂപങ്ങളും ഒക്കെ ഒട്ടിക്കാനൊക്കെ നമ്മൾ നേരത്തെയൊക്കെ ശ്രമിച്ച് അതിനൊക്കെ കേസും പെറ്റി കേസും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതെല്ലാം ഗവൺമെൻറ് അംഗീകരിച്ചു കഴിഞ്ഞു. അതിന് ചില ഫീസൊക്കെ അടച്ച RC ബുക്കിനകത്ത് അതെല്ലാം രേഖപ്പെടുത്തി തരും. അത് പുതിയ ഗവൺമെൻറ്റിൻ്റെ VD സതീശൻ ഗവൺമെൻറ്റിൻ്റെ പരിഷ്കാരങ്ങളിലേക്ക് വരുന്നു. കാറും ബൈക്കും ഇഷ്ടമുള്ള നിറം നിങ്ങൾക്ക് അടിക്കാം. മഞ്ഞയോ പച്ചയോ കറുപ്പോ എന്ത് വേണേലും നിങ്ങൾക്ക് അടിക്കാം. അതിനകത്ത് കാറിനകത്തൊക്കെ ചില എക്സ്ട്രാ ലൈറ്റുകളൊക്കെ വെക്കും. പേടിച്ച് കുറച്ചൊക്കെ ഒരെണ്ണമൊക്കെ പലരും വെക്കുന്നതാണ്. ഇപ്പോൾ എത്ര ലൈറ്റ് വേണേലും കാറിനകത്ത് ഏത് കളറിൽ വേണേലും നിങ്ങൾക്ക് ആ കാറിനകത്ത് വെക്കാം. പിന്നെ കാർ മോഡിഫിക്കേഷനുമായി മോട്ടോർ വാഹന വകുപ്പിൽ ചെല്ലണം എന്ന് മാത്രമേ ഉള്ളൂ. ചില ഫീസൊക്കെ അടച്ച് RC ബുക്കിനകത്ത് ഇതൊക്കെ എഴുതി ചേർത്താൽ ആരും നിങ്ങൾക്ക് പെറ്റി കേസ് അടിക്കില്ല, ആരും നിങ്ങൾക്ക് എതിരായിട്ട് കേസ് എടുക്കില്ല. ഈ തരത്തിലുള്ള 18ഓളം രൂപമാറ്റങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ 2 വീലറിലും 4 വീലറിലും നടത്താമെന്നാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ചില കാറിലൊക്കെ അകത്തുമൊക്കെ ഇഷ്ടമുള്ള സ്റ്റിക്കർ അത് പുറത്തു ഒട്ടിക്കാം, അകത്തു ഒട്ടിക്കാം, അതിന് മാറ്റമില്ല. അതിനകത്ത് കളർഫുള്ളായ ലൈറ്റുകൾ ഇടാം, പലതരത്തിലുള്ള ലൈറ്റുകൾ കാറിനകത്ത് ഇടാം, ഒരു തടസ്സവുമില്ല ഇനി അതിന്. അതുപോലെ വാഹനത്തിൽ ഇഷ്ടമുള്ള നിങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിക്കാം, അതിന് തടസ്സമില്ല. പക്ഷേ ഒട്ടിക്കുന്ന ചിത്രങ്ങൾ പൊതു സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കാവുന്ന തരത്തിലുള്ളതായിരിക്കും, മാന്യമായ രീതിയിലായിരിക്കണം. സെക്ഷ്വൽ അല്ലെങ്കിൽ സെക്സി ആയിട്ടുള്ള പടങ്ങളൊന്നും ഒട്ടിക്കാൻ പാടില്ല, ഡൈവേർഷൻ വരും. പക്ഷേ നിങ്ങൾക്ക് പെൺകുട്ടികളെ ആൺകുട്ടികളിലൊക്കെ കേസ് വരാത്ത രീതിയിൽ നിങ്ങൾക്ക് തന്നെ അതൊക്കെ ഒട്ടിച്ചു വെക്കാം. പലതരത്തിലുള്ള ലൈറ്റുകൾ പുറമേ അതിന് സ്പീക്കർ, അത് നമുക്ക് ഏത് സൈസ് വേണം സ്പീക്കർ അതിനകത്ത് വെക്കാം. സീറ്റ് കവർ വലിയ പയ്യന്മാരൊക്കെ കാണാം, 2 വീലറിലും വെക്കാം. പുതിയ തരത്തിലുള്ള സീറ്റ് കവറുകൾ കാറിനുള്ളിലും വെക്കാം. അത് ആടിൻ്റെയും മറ്റ് ഇതിൻ്റെയൊക്കെ രോമങ്ങൾ നിറയെയുള്ള സീറ്റ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഏത് സീറ്റ് വേണേലും നിങ്ങൾക്ക് നിങ്ങളുടെ 2 വീലറിലും 4 വീലറിലും ഇടാം, അതിന് തടസ്സമില്ല. ഫ്ലോർ മാറ്റ് അറിയാം, അത് കാറിനകത്ത് വളരെ കളർഫുള്ളായ പല രീതിയിലുള്ള ഫ്ലോർ മാറ്റുകൾ ഇപ്പോൾ അവൈലബിൾ, അതൊക്കെ നിങ്ങൾക്ക് ഇടാം. പിന്നെ ഡാഷ് കാം, അതുപോലെ റിവേഴ്സ് കാം, അതൊക്കെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് വെക്കാം. പിന്നെ പാർക്കിംഗ് സ്ഥലത്ത് ഒരു സെൻസർ വേണേൽ വെക്കാം. നിങ്ങൾ വണ്ടി ആരെങ്കിലും തൊടുകയോ പിടിക്കുകയോ ചെയ്താൽ സെൻസർ അടിക്കും. അപ്പോൾ GPS ട്രാക്കർ വേണം അതിൻ്റെ അകത്ത് വെക്കാം. അതുപോലെ നല്ല ക്യാമറ വെക്കാം. പിന്നെ ഏറ്റവും പുതുമ തോന്നിയത് നേരത്തെ നിരോധിച്ച അവിടുത്തെ സൺ ഫിലിം ഇപ്പം വീണ്ടും ഒട്ടിക്കാം. പക്ഷേ 50% ട്രാൻസ്പെറൻ്റ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അതിനകത്ത് കംപ്ലീറ്റ് ഒന്നും കാണാത്ത രീതിയിൽ കറുത്ത സൺ ഫിലിം ഒട്ടിക്കുന്ന അനുവദിക്കില്ല. പക്ഷേ നോക്കിയാൽ കാണണം 50% നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനൊക്കെ അതും അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും RTO ഓഫീസിൽ ചെല്ലണം, നിങ്ങളുടെ RC ബുക്ക് കാണിക്കണം, അതിനകത്ത് ഇത് എഴുതി ചേർക്കണം. പിന്നെ പല പയ്യന്മാർ എൻജിൻ മാറ്റിയാൽ കൊള്ളാം, അതിന് കാറിൻ്റെ 2 വീലറിൻ്റെ എൻജിൻ മാറ്റാം. പിന്നെ ബോഡിക്ക് ചില ഷേപ്പുകളൊക്കെ ചില പയ്യന്മാർ നേരത്തെ അതൊക്കെ പെറ്റി കേസൊക്കെ നമ്മളെ പോലുള്ളവരൊക്കെ അടിക്കുമായിരുന്നു. ഇപ്പം അനുവദനീയമായ രീതിയിൽ ആ കാറിലേക്ക് രൂപമാറ്റം നടത്താം. നിങ്ങൾ ഡിസൈൻ ചെയ്തിട്ട് RTO ഓഫീസിൽ കൊണ്ട് കാണിച്ച് സാറേ ഇത് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മതി, അവർ പറഞ്ഞു തരും. അപ്പോൾ എൻജിൻ ഇലക്ട്രിക്കിലേക്ക് മാറ്റണമെന്ന് തോന്നാം, ചാർജ് CNGയിലേക്ക് വേണം, ഗ്യാസിലോട്ട് മാറ്റണമെന്നൊക്കെ, അതിനൊക്കെ ഇനി തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ അതൊക്കെ RC ബുക്കിനകത്ത് രേഖപ്പെടുത്തും. അതിനുള്ള ഫീസ് അങ്ങ് അടച്ചേക്കണം. സർക്കാരിന് വരുമാനം കൂട്ടാനുള്ള ഒരു പദ്ധതിയാണ്. മുഖ്യമന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ഇത് സംബന്ധിച്ച് സംസാരിച്ചു. അത് ഉത്തരവിറങ്ങുന്നതായിട്ടാണ് മോട്ടോർ വെഹിക്കിൾസിലെ പുതിയ നിയമങ്ങൾ ജെൻസി അല്ലെങ്കിൽ ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കുമൊക്കെ വളരെ ഇഷ്ടകരമായിരിക്കും. നമുക്കറിയാമല്ലോ, ടൂറിസ്റ്റ് ബസ്സിനകത്ത് പോയി പാട്ടുപാടി അലമ്പ് ഉണ്ടാക്കി
അവിടെ വലിയ സ്പീക്കറൊക്കെ വെച്ച് വലിയ ശബ്ദം ഉണ്ടാക്കി പോകുന്ന കുട്ടികളെയൊക്കെ നമുക്കറിയാം, നേരത്തെ അതൊക്കെ വലിയ കുറ്റകരമായിരുന്നു. ഇപ്പം സൗണ്ട് ഒരു ലിമിറ്റിന് അപ്പുറത്തോട്ട് പോകാൻ പാടില്ലല്ലോ. ഒരു ആഹ്ലാദിച്ച് അതിനകത്ത് പാട്ട് പെട്ടി വെച്ച് അടിച്ചും പൊളിച്ചും ഒക്കെ പോകുന്നതിന് ഇപ്പം യാതൊരു തടസ്സവുമില്ല. മോട്ടോർ വെഹിക്കിൾസിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിയത് അത് സർക്കാരിൻ്റെ വരുമാനം കൂട്ടാനും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അതേസമയത്ത് കുട്ടികൾക്ക് ഇപ്പോഴത്തെ ജനറേഷന് ഈ രീതിയിലുള്ളേക്ക് വലിയ കമ്പമുണ്ട്. അതൊക്കെ അവർക്ക് ഇഷ്ട രീതിയിൽ രൂപമാറ്റം വരുത്തുന്നതിന് തടസ്സമില്ല എന്നാണ് ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് വന്നിരിക്കുന്നത്. ഏതായാലും കുട്ടികളുടെ ഭാവന അനുസരിച്ച് വാഹനത്തിൽ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാം, അല്ലെങ്കിൽ വേറെ ആൾക്കാരെങ്കിലും ഫോട്ടോ ഒട്ടിക്കാം. കേസൊന്നും വരരുത്. നിങ്ങളുടെ ശത്രുവിൻ്റെ ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് പോകരുത്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്ത് ഇടുന്ന പടങ്ങളൊക്കെ ഒട്ടിക്കണം, അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഒട്ടിക്കാം. അതൊക്കെ സഭ്യമായ ഡ്രസ്സുണ്ടായിരിക്കണം. നേക്കഡായിട്ടൊന്നും ഒട്ടിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒട്ടന്മാരൊക്കെ ധാരാളം നമ്മൾ കാണുന്നുണ്ട് ലഹരിയിലൊക്കെ പുറത്തൊക്കെ. അതല്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ ചോയ്സിനുള്ള ഫോട്ടോ വെക്കാം, കളറടിക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കാം. അതൊക്കെ കൗതുകം ഉണർത്തുന്ന ആണ് കുട്ടികൾക്കൊക്കെ. അതുകൊണ്ട് ഈ മോട്ടോർ വെഹിക്കിൾസിലെ മാറ്റം എല്ലാവരും സ്വാഗതം ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്.